ഹലോ ഗൈസ്, നോബഡി. ഇന്നലെ ഞാൻ പറയാൻ കണ്ടത് പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവരെന്താണ് നെഗറ്റീവ് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ഒരു മുക്കാവാൻ കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ അത് സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതെനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വേറെ ലെവലാണ്. മേക്കിംഗ് സൈഡ് പറയാനാണെങ്കിൽ ഓക്കെയാണ്, വലിയ ഗംഭീര മേക്കിംഗ് സൈഡൊന്നും ഇല്ല. കുറേ ക്യാമറ മൂവ്മെന്റ്സ് ഇതിലേക്ക് കൊണ്ടുവന്നുണ്ട്. അതാണ് ഇപ്പോൾ മേക്കിംഗ് സൈഡ് എന്ന് പറയുന്ന ഒരു ഇത്. ട്രാൻസിഷനൊക്കെ അടിപൊളിയുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പറയണ്ടല്ലോ, പൊളിച്ചുണ്ട്. ആക്ടിങ് പീക്ക് ലെവലുണ്ട്. എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. മെയിനായിട്ട് പൃഥ്വിരാജിൻ്റെ റോള് നമുക്ക് സഹതാപം തോന്നുന്ന റോളാണ്. നല്ല പണിയെടുത്തിട്ടുണ്ട് മച്ചാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പണിയെടുത്തിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. കുറേ ചേസിങ് സീനുണ്ട്, കുറേ വണ്ടി പൊളിച്ച് പപ്പടാക്കണ സീനുകൾ, കുറച്ച് സീനുകളൊക്കെ ഈ പടത്തിൽ. വണ്ടി ഇടിക്കുന്ന കുറേ സീനുകളും ബൈക്കിൻ്റെ കുറേ സീനുകളും അങ്ങനെ കുറേ സാധനങ്ങളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ഫൈറ്റ് സീനായാലും നല്ല പണിയെടുത്തിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഫൈറ്റ് സീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യണത് എന്നുള്ളത്. അങ്ങനത്തെ ഫൈറ്റാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഭയങ്കര പീക്ക് ലെവൽ ഫൈറ്റിംഗ് അല്ല. ഒരു സാധാരണക്കാരൻ മാക്സിമം ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രഗ്ലിംഗ് ആണ് കാണിക്കുന്നത് ഈ സിനിമ എന്ന് പറയുന്നത്. ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. ഈ നോബഡി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇടിപെടാണ്, വലിയൊരു സംഭവം എന്നുള്ള ഒരു ലെവലിലേക്ക് പോകും. കാരണം നോബഡി എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന സിനിമ എന്ന് പറയുന്നത് നോബഡി സിനിമയാണ്, ഇംഗ്ലീഷ് സിനിമ. അത് വേറെ ലെവല് സിനിമയാണ്. പക്ഷെ അതേപോലെ അതിന് ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നത് അതിന് ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സീനുകളൊക്കെ എനിക്ക് ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ടുള്ള പോലെ തോന്നി. പിന്നെയെന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര മാസ് പടമാണ്. ഇത് ഭയങ്കര ഡയലോഗുള്ള പടമാണ്, ഭയങ്കര ഇടിപ്പടമാണ്, ഫാമിലി ഇടിപ്പടമാണ്. അങ്ങനത്തെ മൈൻഡിലും പോയി ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദഹിക്കില്ല. കാരണം ഇതൊരു കഥയുള്ള സിനിമയാണ്. പിന്നെ കണ്ടിന്യൂഷൻ സീനുകൾ പക്ക, സ്ക്രീൻ പ്ലേ ഒക്കെ പക്ക, തുടക്കം തൊട്ട് അവസാനം വരെ ഓരോ സീനുകൾക്കും കൃത്യമായിട്ടുള്ള കണ്ടിന്യൂഷൻ ഉണ്ട് സിനിമയ്ക്ക്. അത് സ്ക്രീൻ പ്ലേയുടെ ഡയറക്ഷൻ്റെ കഴിവ് തന്നെയാണ്, അതെടുത്ത് പറയണം. പിന്നെ ആക്ടിങ് സൈഡൊക്കെ അടിപൊളിയാണ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാണ്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഇങ്ങനെ വേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നാം. കാരണം കുറച്ചും കൂടിയും ഹെവി ആവാൻ ഫീൽ ചെയ്യും ആൾക്കാർ. പക്ഷെ ഇത് ഒരു സാധാരണക്കാരനാണ്, അയാളെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. അതാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അയാൾക്ക് ഓടി ഓടി വയ്യാണ്ടായി. അയാൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന അതാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് രാഷ്ട്രീയത്തിൻ്റെ ഒരു പോഷൻ കാണിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റി ഇതിൽ കാണിച്ചിട്ടുണ്ട്. കാശിനോട് ആക്രാന്തം അത് കാണിച്ചിട്ടുണ്ട്. എല്ലാതും ഭയങ്കര സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ, ആർക്കും വിഷമമില്ലാത്ത രീതിയിൽ, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കുറേ സാധനങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് പ്ലേസ് ചെയ്തേക്കണതും അടിപൊളിയുണ്ട്. അത് രാഷ്ട്രീയമായാലും അത് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം സ്പോയിലർ ആവും. സ്ക്രിപ്റ്റ് വൈസ് നൈസാണ്, സ്ക്രീൻ പ്ലേ നൈസാണ്, മേക്കിംഗ് സൈഡ് നൈസാണ്, ആക്ടിങ് നൈസാണ്, എൻഗേജിങ് ആണ് പടം. പിന്നെ എന്തുകൊണ്ടാണ് ഇൻ്റർവെല്ല് കഴിഞ്ഞ പടം പോരാന്ന് പറയണതിൻ്റെ മെയിൻ കാരണം എനിക്ക് തോന്നിയത് ഭയങ്കരമായിട്ട് ഇൻ്റർവെല്ല് കഴിഞ്ഞ് ഈ ഗംഭീര സാധനമാവും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കും ഇവ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അവ അങ്ങനെ ചെയ്യണം, നമ്മൾ കുറേ പേരെ ഇടിച്ചിട്ടിട്ട് ലാസ്റ്റ് അവൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കണ ഒരു ടൈപ്പിലേ പോവുക. പക്ഷേ ഇത്തിരി ലോജിക്ക് പരമായിട്ട് നോക്കുമ്പോൾ ഈ രീതിയിൽ തന്നെയേ പോവുള്ളൂ. പക്ഷെ അതിൽ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടാവാം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു സിനിമ, എൻ്റെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഡയലോഗ് ഉണ്ട് പൃഥ്വിരാജിൻ്റെ അടുത്ത്. അതാ പറയണ, അത്ര ഇമോഷനൊക്കെ അത്രയിൽ ഒതുക്കി അത് ആ ഒരു സീനിലുണ്ട്. ആ തുടങ്ങി അവസാനം വരെയുള്ള ആ പടത്തിൻ്റെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കാൻ ഒരു സീൻ മതി. അങ്ങനെ കുറേ സീനുകൾ അവർ ചെയ്തിട്ടുണ്ട്. അധികം വളച്ചുനീറ്റലുകളൊന്നും ഇല്ലാണ്ട് നേരെ ഡയറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
എനിക്കിഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ്. പൃഥ്വിരാജ് എല്ലാവരും നന്നായിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയണം, ആ പോലീസിന്റെ വേഷട്ട ബ്രോന്റെ പേര് എനിക്കറിയില്ല. അവൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അവന്റെ ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറാണ്. ഒരു വില്ലൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വില്ലൻ തന്നെ പീക്കിലെ ഒരു വില്ലനാ, പക്ഷെ അത് വേറെ ടൈപ്പ് വില്ലനാ. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. പക്ഷെ സാധനം കാണേണ്ട ഒരു സിനിമയാണെന്നാണ് ഞാൻ പറയണത്. എൻഗേജിങ് ആണ്. ഒരു ചെറിയ ലേഖം അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്യാം. പിന്നെ നമ്മൾ കാണുന്ന തിയേറ്റർ, നമ്മുടെ കൂടെ ഇരിക്കുന്ന ഓഡിയൻസ് ഒക്കെ പോലിരിക്കും എക്സ്പീരിയൻസ് ചേഞ്ച് ആവാൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ള പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. ബൈ.